ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ആണ്. പുതിയ പാഠപുസ്തകമാണ് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് യൂണിറ്റ് 2 ടുവാർഡ്സ് ന്യൂ ഹൊറിസോൺസിലെ 3ാമത്തെ ചാപ്റ്റർ മൗസ്ട്രോ നോട്ടിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ ആൻസേഴ്സ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പാർട്ട് 1 പാർട്ട് 2 വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആക്ടിവിറ്റീസ് ആണ്, ആക്ടിവിറ്റീസിൻ്റെ ആൻസേഴ്സ്. ഇതോട് കൂടിയിട്ട് നമ്മളുടെ മൗസ്ട്രോ നോട്ട് ചാപ്റ്ററിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് കണ്ടതിന് ശേഷം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ആദ്യത്തെ ആക്ടിവിറ്റി, ലുക്ക് കെയർഫുള്ളി അറ്റ് ദ പിക്ചേഴ്സ് ഫ്രം ദ സ്റ്റോറി. വാട്ട് ഹാപ്പൻ ഇൻ ഈച്ച് സീൻ. റൈറ്റ് 2 സെൻറ്റൻസസ് ഇൻ യുവർ ഓൺ വേർഡ്സ്. അപ്പോൾ ഇതിൽ ഓരോന്നിലും എന്താണ് പറയുന്നത് നമ്മൾ എഴുതേണ്ടി വരും. അതുപോലെ തന്നെ ഓരോ പിക്ചറിനെ കുറിച്ചും 2 സെൻറ്റൻസ് എങ്കിലും നമ്മുടെ വേർഡ്സിൽ നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നോക്കാം. ആദ്യത്തെ ഒരു ലൈൻ അവർ തന്നിട്ടുണ്ട്. ദ ഷട്ടിൽ കമാൻഡർ ചൂസസ് മീറ്റിയോർ ഫോർ ദ മിഷൻ. The team gets ready for the mission. Second picture, the rocket blasts off into the sky with fire and smoke. Meteor stays calm as the shuttle begins its journey into space. Next figure, Meteor felt excited, fearless. The others were pressed flag against their cages and clung to the other sides in fear. Next, when the key to the control panel gets stuck in a narrow space, Meteor squeezes into the gap and retrieves the key with all his might. ഇത് അതർ റാറ്റ്സ് എന്നാണ് കേട്ടോ. ഇവിടെ അതർ നമ്മുടെ എലികളെയാണല്ലോ ഇതിനൊരു സെലക്ട് ആവും. അതർ മൗസ് ആണ് അല്ലെങ്കിൽ റാറ്റ് കേട്ടോ. അതർ മൗസ്, അതർ മൈസ് അങ്ങനെ ആക്കാം. നെക്സ്റ്റ് വരുന്നത്, ഇത് വായിച്ചല്ലോ അല്ലേ. നെക്സ്റ്റ് ലാസ്റ്റ് പിക്ചറിൽ വരുന്നത് വായിച്ചിരുന്നു. നെക്സ്റ്റ് വരുന്നത് ലാസ്റ്റ് ഫിഗർ. Meteor is decided a hero and given a brand new uniform and an official title, Moustronaut. All the astronauts cheer and അപ്ലോഡ് ചെയ്തു, ക്ലാപ്പ് ചെയ്തു. അടുത്ത എക്സസൈസ് വരുന്നത്, ദ വേർഡ് സ്പേസ് ഷട്ടിൽ ആൻഡ് അസ്ട്രോനോട്ട്സ് ആർ റിലേറ്റഡ് ടു സ്പേസ് മിഷൻ. ഹിയർ ആർ സം മോർ വേർഡ്സ് റിലേറ്റഡ് ടു സ്പേസ് ട്രാവൽ. ഫൈൻഡ് ഔട്ട് ദിയർ മീനിങ് ആൻഡ് മേക്ക് എ സെൻറ്റൻസ് ഈച്ച്. തന്നിരിക്കുന്ന 5 വേർഡ്സ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ആ 5 വേർഡ്സ് വെച്ച് അതിൻ്റെ മീനിങ്ങും കണ്ടുപിടിക്കണം. അത് വെച്ചൊരു സെൻറ്റൻസും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സ്പേസ് ക്രാഫ്റ്റ്, ലോഞ്ച്, ഓർബിറ്റ്, സ്കൈ വാക്ക്, റോക്കറ്റ്. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. ആദ്യത്തെ സ്പേസ് ക്രാഫ്റ്റ് ആണ്. അതിൻ്റെ മീനിങ് ആദ്യം പറയാം. ഇതാണ് മീനിങ്. എ വെഹിക്കിൾ ഡിസൈൻ ടു ട്രാവൽ ഇൻ ഔട്ടർ സ്പേസ്. ബഹിരാകാശത്ത് പോകാനുള്ള വെഹിക്കിളാണ്. ഓക്കെ, അത് മീനിങ് ആണ്. ഇനി സെൻറ്റൻസ് മേക്കിംഗ് 2 സെൻറ്റൻസ് ഉണ്ട്. എ സ്പേസ് ക്രാഫ്റ്റ് ക്യാരീസ് അസ്ട്രോനോട്ട്സ് ആൻഡ് ടൂൾസ് ടു എക്സ്പ്ലോർ സ്പേസ്. ഇതൊരു സെൻറ്റൻസ് ആണ്. അടുത്തത് രണ്ടാമത്തെ സെൻറ്റൻസ് ആണ് കേട്ടോ. നിങ്ങളേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാവും. സയൻറ്റിസ്റ്റ് ബിൽഡ് സ്ട്രോങ് സ്പേസ് ക്രാഫ്റ്റ് ടു ട്രാവൽ ഫാർ ബിയോണ്ട് എർത്ത്. 2 സെൻറ്റൻസ് ഇവിടെ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് മീനിങ് ആണ് കേട്ടോ. നെക്സ്റ്റ് ലോഞ്ച് ആണ്. ലോഞ്ചിൻ്റെ മീനിങ്, ദ ആക്ട് ഓഫ് സെൻഡിങ് എ റോക്കറ്റ് ഓർ സ്പേസ് ക്രാഫ്റ്റ് ഇൻ ടു സ്പേസ്. ലോഞ്ച് ചെയ്യുക. ഇതുവരെ അതിൻ്റെ മീനിങ് ആണ്. നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ സെൻറ്റൻസ് മേക്കിംഗ് ആണ്. ദ ലോഞ്ച് ഓഫ് എ റോക്കറ്റ് ഈസ് ലൗഡ് ആൻഡ് പവർഫുൾ. ഇത് ഒരു സെൻറ്റൻസ് ആണ് കേട്ടോ. ഇത് രണ്ടാമത്തെ. പീപ്പിൾ വാച്ച് ദ ലോഞ്ച് ഫ്രം എ സേഫ് ഡിസ്റ്റൻസ് ആസ് ഇറ്റ് റൈസസ് ഇൻ ടു ദി സ്കൈ. നെക്സ്റ്റ് ഓർബിറ്റ് ആണ്. ഓർബിറ്റിൻ്റെ മീനിങ് നോക്കാം. ദ കർവ്ഡ് പാത്ത് എ സ്പേസ് ക്രാഫ്റ്റ് ഓർ പ്ലാനറ്റ് ഫോളോസ് അറൗണ്ട് അനദർ ഒബ്ജക്റ്റ്. ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻറ്റൻസ് ആണ്. സാറ്റലൈറ്റ്സ് ഓർബിറ്റ് ദി എർത്ത് ടു ഹെൽപ്പ് us വിത്ത് വെദർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇത് രണ്ടാമത്തെ സെൻറ്റൻസ് ആണ്. ദ മൂൺ മൂവ്സ് ഇൻ ആൻ ഓർബിറ്റ് അറൗണ്ട് ദ എർത്ത്. ഒരു സെൻറ്റൻസേ നമ്മളോട് മേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. 2 വേണമെങ്കിൽ 2 നിങ്ങൾക്ക് എഴുതാം. നെക്സ്റ്റ് സ്കൈ വാക്ക് ആണ്. അതിൻ്റെ മീനിങ്, വെൻ അസ്ട്രോനോട്ട്സ് ഫ്ലോട്ട് ഔട്ട്സൈഡ് ദ സ്പേസ് ക്രാഫ്റ്റ് ഇൻ സ്പേസ് ടു ഡു വർക്ക് ഓർ എക്സ്പ്ലോർ. സ്കൈ വാക്ക് മീനിങ് ഇതാണ്. ഇനി ഇതിൻ്റെ സെൻറ്റൻസ്, ഡ്യൂറിങ് എ സ്കൈ വാക്ക് അസ്ട്രോനോട്ട്സ് ഫ്ലോട്ട് ഔട്ട്സൈഡ് ദി സ്പേസ് ക്രാഫ്റ്റ് ടു ഫിക്സ് തിങ്സ്.
രണ്ടാമത്തെ സെൻറ്റൻസ് ആണ് ദേ വിയർ സ്പെഷ്യൽ സൂട്ട്സ് ടു സ്റ്റേ സേഫ് ഡ്യൂറിങ് എ സ്കൈ വാക്ക്. അപ്പോൾ ബഹിരാകാശ നടത്തുന്നൊക്കെ പറയും, ഇവർ പോയ വാഹനത്തിൽ നിന്ന് ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റും. പുറത്തിറങ്ങുമ്പോൾ അവിടെ വായു ലെയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ ഒരു സ്പെഷ്യൽ സൂട്ടുകളാണ്, സ്പെഷ്യൽ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഇവർ ധരിക്കുക കേട്ടോ. അടുത്തത് റോക്കറ്റ് ആണ്. റോക്കറ്റിൻ്റെ മീനിങ് നോക്കാം. എ പവർഫുൾ വെഹിക്കിൾ ദാറ്റ് ക്യാരീസ് പീപ്പിൾ ഓർ എക്യുപ്മെൻറ്റ് ഇൻ ടു സ്പേസ്. പീപ്പിളിനെ എക്യുപ്മെൻറ്റിനെ സ്പേസിലേക്ക് എത്തിക്കുന്നത് അതിനുപയോഗിക്കുന്ന വെഹിക്കിളാണ് റോക്കറ്റ്. അതിൻ്റെ സെൻറ്റൻസ് നോക്കാം. എ റോക്കറ്റ് യൂസസ് ഫ്യൂവൽ ടു ബ്ലാസ്റ്റ് ഓഫ് ഇൻ ടു സ്പേസ്. രണ്ടാമത്തെ സെൻറ്റൻസ് റോക്കറ്റ് ഹെൽപ്സ് ക്യാരി അസ്ട്രോനോട്ട്സ് ആൻഡ് എക്യുപ്മെൻറ്റ് ടു ദ മൂൺ ആൻഡ് ബിയോണ്ട്. എല്ലാത്തിലും 2 സെൻറ്റൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് ശരിക്കും മേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ എല്ലാത്തിലും 2 എണ്ണം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നിങ്ങൾക്ക് look at the pictures and the description, write the suitable word for each description, one has been done for you. മൂന്നാമത്തേതിൽ 4 പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ മൂന്നാമത്തെ പിക്ചർ സ്പേസ് സ്യൂട്ട് അവർ തന്നിട്ടുണ്ട്. ബാക്കി 3 പിക്ചറിലും എന്താണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. അതിൻ്റെ ആൻസേഴ്സ് നോക്കാം. ആദ്യത്തെ ഹാൻഡിലാണ്, ക്യാൻ ഹാൻഡിൽ ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ് ഈസിലി. ഗ്ലോവ്സ് ആണ്, ആസ്ട്രോനോട്ട്സിൻ്റെ കയ്യിലിടുന്ന സാധനം. അടുത്തത് കാലിലിടുന്നത് ബൂട്ടാണ്. ഹെൽപ്സ് ആസ്ട്രോനോട്ട്സ് ടു വാക്ക് സേഫ്ലി ആൻഡ് സ്റ്റേ ബാലൻസ്ഡ്. ബൂട്ട്സ് ആണ്. അടുത്തത് നമ്മൾ പറഞ്ഞു സ്പേസ് സ്യൂട്ട്. നാലാമത്തെ പ്രൊട്ടക്ട് ദ ഐസ് ഫ്രം ബ്രൈറ്റ് സൺലൈറ്റ് ആൻഡ് ഹെൽപ്സ് വൺ സീ ക്ലിയർലി. ഹെൽമെറ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് വണ്ണാണിത്. റീഡ് ദ ക്ലൂസ് ഗിവൺ ബിലോ ആൻഡ് കംപ്ലീറ്റ് ദ ക്രോസ്വേർഡ് പസിൽ. യു ക്യാൻ റെഫർ ടു ദ സ്റ്റോറി മൗസ്ട്രോനോട്ട്, വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. അപ്പോൾ ഇവിടെ നമുക്ക് പസിൽ അക്രോസിൽ 4 എണ്ണവും ഡൗണിൽ 3 എണ്ണവും കണ്ടുപിടിക്കണം. അതിൻ്റെ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ അക്രോസ് ആണ്. ദർ ഇസ് ഗ്രേറ്റ് ഡാഷ് ഡ്യൂറിങ് ദ ലോഞ്ച് ആണ്. അതിൻ്റെ ആൻസർ വരുന്നത് പ്രഷർ ആണ് കേട്ടോ. ഇവിടെ എഴുതാനുള്ള ഒരു സൗകര്യമില്ല, സോ നിങ്ങളത് നോക്കുക. ഞാൻ മാർക്ക് ചെയ്തത് എന്താണെന്ന്. പ്രഷറാണ് വരിക ആദ്യത്തിൻ്റെ ആൻസർ. ഇവിടെ നമ്മൾ പസിലിൽ കറക്റ്റായിട്ട് അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ 4th വണ്ണാണ് ദ അതർ മൈസ് ക്ലിങ് ടു ദിയർ കേജ് ഇൻ ടെറർ ബട്ട് മീറ്റിയോർ ലവ്സ് ദ ഫീലിംഗ് ഓഫ്. 4th വണ്ണാണ്. നാലാമത്തതിൻ്റെ എന്താ വരിക? നാലാമത്തതിൻ്റെ എക്രോസ് വെയിറ്റ് ലെസ്നെസ്. ഇതാണ് കേട്ടോ. ഇവിടെ ഉണ്ട് ആൻസർ വെയിറ്റ് ലെസ്നെസ്. 6 ദ നെയിം ഓഫ് ദ മൗസ് ചൂസൺ ഫോർ ദ മിഷൻ. ആറാമത്തെ ആണ് മീറ്റിയോർ ആണ്, METEOR. ഞാൻ കാണിച്ചു തരുന്നുണ്ട്, അത് കറക്റ്റായിട്ട് നോക്കുക. 7ാമത്തെ ദ അസ്ട്രോനോട്ട്സ് വർക്ക്സ് ഇൻ ദിസ് ഓർഗനൈസേഷൻ. 7ാമത്തതിൻ്റെ ആൻസർ ഇവിടെയാണ്, NASA, NASA ആണ് കേട്ടോ. ഇനി താഴോട്ട് വരുന്നതിൽ ദ വെഹിക്കിൾ ദറ്റ് ക്യാരിഡ് ദ അസ്ട്രോനോട്ട്സ് ആൻഡ് മൈസ് ഇൻ ടു സ്പേസ് ഏതാണ്? 2 ഷട്ടിലാണ്. എ ടൈറ്റിൽ ഗിവൺ ടു മീറ്റിയോർ ആഫ്റ്റർ സേവിങ് ദ മിഷൻ. മൂന്നാമത്തെ വരുന്നത് മൗസ്ട്രോനോട്ട് ആണ് കേട്ടോ. ആൻഡ് 5ാമത്തെ ദ നമ്പർ ദാറ്റ് ബിഗിൻസ് ദ ലോഞ്ച് ആണ്. 5ൻ്റെ ആൻസർ വരുന്നത് 10 ആണ്, ഈ താഴോട്ട് എഴുതിയത്. അപ്പോൾ എല്ലാത്തിൻ്റെ ആൻസർ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മൗസ്ട്രോനോട്ടിൽ വരുന്ന ആക്ടിവിറ്റീസ്. ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.